നമ്മുടെ ഇപ്പോൾ ഒരു പ്രവാസി മലയാളി കൂടി ചേരുന്നുണ്ട്, ദിലീപ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഇപ്പോൾ അവിടെ എന്താണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾ എവിടെയാണ് താമസം? ഞങ്ങൾ അൽസത്ത് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ഞാൻ ടെലിവിഷൻ ക്യാമറാമാൻ തന്നെയാണ്. ഞാൻ ഗവൺമെന്റ് ടെലിവിഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഒരു വൈകുന്നേരം തന്നെ ഒരു ചെറിയ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ചെറിയ റൂമർ ഉണ്ടായിരുന്നു ഇങ്ങനെ. ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് ഞാൻ റൂമിലിരിക്കുകയായിരുന്നു. എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് വൈകിട്ട് വീട്ടിൽ റൂമിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് സൗണ്ട് കേട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ മിസൈലുകൾ നമ്മുടെ വെളിക്കൂടെ ഇങ്ങനെ പാഞ്ഞു പോകുന്നതാണ്. പിന്നെ ഭയങ്കര സൗണ്ടായിരുന്നു, കുറേ വലിയ സൗണ്ടുകൾ കേൾക്കാമായിരുന്നു. നമുക്ക് ഒരു 10-15 പ്രാവശ്യം പടപടവെന്ന് പറഞ്ഞ് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ബിൽഡിങ്ങിൽ വാണിങ്ങി വന്നിട്ട് ഞങ്ങളിപ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബിൽഡിങ്ങിന് വെളിയിൽ നിൽക്കുക. നമ്മുടെ ഈ താമസിക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ താഴെ നിൽക്കുകയാണ് ഇപ്പോൾ. ഇതിപ്പം വേറെ സേഫ്റ്റിയാണ്. ഇപ്പോൾ ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ശബ്ദമായിട്ടാണോ ഈ തീയായിട്ടാണോ ആദ്യം കണ്ടത്? നമുക്ക് പാസിങ്ങിൽ കണ്ടിട്ട് നമ്മൾ സൗണ്ടാണ് കേട്ടത്. ഭയങ്കര സൗണ്ടിൽ ഞാൻ അതിന്റെ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മിസൈൽ പാസ് ചെയ്ത് നമുക്ക് കാണാമായിരുന്നു. അത് ഖത്തർ ഇറാൻ ഏകദേശം എനിക്ക് 200 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. ഒരു ബോർഡർ കഴിഞ്ഞാൽ നോർത്ത് ബോർഡർ കഴിഞ്ഞാൽ 200 കിലോമീറ്റർ ഇറാൻ അവിടുന്ന് വിട്ടിട്ട് നമ്മൾ എന്താണ് പബ്ലിക് ഏരിയയുടെ മേളിൽ കൂടെയാണ് പോകുന്നത്. അമേരിക്കൻ ബേസ് കുറച്ച് ഇവിടുന്ന് ഒരു 10-25-30 കിലോമീറ്റർ കഷ്ടിച്ച് അടുത്താണ് ഉള്ളത്. ഇപ്പം നമുക്ക് കാണാം ശരിക്കും പോയിട്ട്. അവിടുന്ന് സൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കാമായിരുന്നു. എത്രത്തോളം മലയാളി ഫാമിലികൾ ആ ഭാഗത്തുണ്ട്? എത്ര പേരുണ്ടാവും അവിടെ? മലയാളി ഫാമിലികൾ ഈ ഏരിയയിൽ ഇപ്പോൾ ഇതുകൊണ്ട് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇത് ടൗൺഷിപ്പാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാവരും ഇപ്പം പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇപ്പം പുറത്തിറങ്ങി എല്ലാവരും അത്യാവശ്യം എമർജൻസി സാധനങ്ങൾ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് നമുക്കറിയത്തില്ല ഇത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ വീടെന്ന് പറയാൻ പറ്റില്ല. പോകുന്നത് നമുക്ക് കാണാം. ചിലത് കുറേ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. നമ്മുടെ മേളിൽ തന്നെ നിന്നിട്ട് അത് ഇതായിട്ട് പോകുന്നത് നമുക്ക് ഡിഫ്യൂസായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ അവിടെ വീണിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു അലർട്ട് ആയിട്ട് വെളി വരാനുള്ള ചാൻസ് ഉള്ളതായിട്ട് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കണ്ടേ. നമ്മൾ ക്യാമറമാനായിട്ട് അറിയാമല്ലോ, ഒരു ന്യൂസിൻ്റെ ഒരു വാല്യൂ അറിയാലോ. അപ്പോൾ നമ്മളങ്ങനെ പോകണമെങ്കിൽ പോകണം എന്നുള്ള തയ്യാറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകണം തയ്യാറിൽ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? അവിടെ ഇപ്പോഴും അക്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പൊ വളരെ സൈലന്റ് ആണ്. ഇപ്പൊ ഇതുവരെ സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല. ഒരു 25 മിനിറ്റ്സോട്ടായിട്ട് ഇപ്പം സൗണ്ട് ഒന്നുമില്ല. ആദ്യത്തെ ഒരു പോർഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇതുവരെ ഒന്നും സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല. എല്ലാവരും അലർട്ടായിട്ട് വെളിയിൽ തന്നെ നിൽക്കുകയാണ്. ബിൽഡിങ്ങിൽ നിന്നാൽ സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല എവിടെ വീടുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും പാസ്പോർട്ട് ഉൾപ്പെടെ എടുത്തിട്ട് നമ്മളിപ്പോൾ വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ നിലവിൽ കണ്ടീഷൻ. ദിലീപ് ഒരു മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് പുതിയ പ്രതികരണം വല്ലതും വന്നിട്ടുണ്ടോ? ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇതുവരെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഒരു അലർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. US എംബസി ഉൾപ്പെടെ അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പബ്ലിക്കിന്. അവരവരുടെ എംബസികൾ അവരുടെ ആൾക്കാർക്ക് സേഫ്റ്റിക്ക് വേണ്ടി അവർ അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഒഫീഷ്യലായിട്ട് ഒരു മെസ്സേജ് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു ഒഫീഷ്യലായിട്ട്. അപ്പം അത് വെച്ചിട്ട് എല്ലാവരും ഒരു കണക്കൂട്ടിലുണ്ട്. ഖത്തർ ഇപ്പം വൈകുന്നേരം ഒരു 6 മണിക്ക് ഇവരുടെ വ്യോമഗതാഗതം അടച്ചായിരുന്നു. അതും നമുക്ക് മെസ്സേജ് വന്നായിരുന്നു. അത് താൽക്കാലികമായിട്ട് 9 മണി വരെയാണ് ഈ മെസ്സേജ് അടച്ചിരിക്കുന്നതാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയത്. എന്നാൽ US ഇന്ന് വൈകിട്ട് ഖത്തറിലുള്ള അമേരിക്കൻസിനോടൊക്കെ പുറത്തിറങ്ങുന്നൊക്കെയുള്ള നിർദ്ദേശം നൽകിയിരുന്നില്ലേ? നേരത്തെ ഒരു സൂചന ലഭിച്ചിരുന്നില്ലേ? ഏകദേശം ധാരണ ഉണ്ടായിരുന്നു. ഇവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം പിന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കൻ ബേസ് ഉള്ളിടത്തെല്ലാം അടിക്കുന്നുള്ളൂ. ഇവിടെ വലിയൊരു ബേസാണ് ഇവിടെ ഉള്ളത്. US വലിയൊരു ബേസാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇവിടെ ടാർഗറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ നടന്നിട്ടിപ്പോ ഏകദേശം ഒരു 3/4 മണിക്കൂർ ആകുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ചിലപ്പം ടെലിവിഷനിൽ പോകേണ്ടി വന്നെങ്കിൽ മാത്രമേ ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റൂ. ഇപ്പൊ നിലവിൽ ഞാൻ എന്റെ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ നിൽക്കുകയാണ്. ദൃശ്യങ്ങളിലെല്ലാം വലിയ ഒരു ഭീതി കാണുന്നുണ്ട്. ദൃശ്യങ്ങളിലെല്ലാം അതെ. അപ്പൊ അതിൽ നമ്മൾ കണ്ടു. സുരക്ഷിതരായി തന്നെ ഇരിക്കുക, അതാണ് നമ്മുടെ ഒരു കൺസേൺ. അതാണ് നിങ്ങൾ സുരക്ഷിതരായിരിക്കുക. തീർച്ചയായിട്ടും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കൂ, സുരക്ഷിതരായിരിക്കും.